ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ചാർട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിന്റെ ലെവൽസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഫ്യൂച്ചറിന്റെ ലെവൽസ് നാളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഡൗൺ സൈഡിലേക്കും അപ്പ് സൈഡിലേക്കുള്ള എൻട്രി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിന്റെ ലെവല് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും ഉള്ള ഒരു ഏരിയ ആണ്. അപ്പം അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആ ലെവലിൽ നോട്ട് ചെയ്യണം. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഓക്കെ, അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ സ്റ്റുഡൻസിന് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ സൂമിലൂടെ ലൈവ് ട്രേഡിംഗ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആഴ്ച 2 ദിവസം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടി ഫ്രീ ആയിട്ട് നമ്മൾ ലൈവ് ട്രേഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ പുതിയൊരു ബാച്ച് നമ്മൾ ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കോഴ്സിന്റെ ഭാഗമാകുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് നമ്മളോടൊപ്പം ലൈവ് ട്രേഡിംഗ് സെഷനിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് സ്കില്ലിനെ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ നാളത്തേക്കുള്ള ലെവൽസിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ് സൈഡിലേക്ക് ഞാൻ പറഞ്ഞത് 9:30 മുകളിലാണ് ഒരു സേഫ് എൻട്രി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് നമ്മുടെ ലൈവ് ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ചെറിയൊരു റിസ്കി ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ ഒരു 790 മുകളിലായിട്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പ്രോഫിറ്റിലേക്ക് വന്നതാണ്, പക്ഷെ നമ്മൾ ചെറിയൊരു ലോസിലാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ പറഞ്ഞ ലെവല് 685 താഴെയാണ്. അപ്പം അതും ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പം 685 ലെവലിൽ താഴെയായിട്ട് ഒരു ടി ട്രേഡിലേക്ക് എൻ്റർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ടാർഗറ്റ് നമ്മൾ പറഞ്ഞത് 600 ലെവലിലേക്കാണ്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളത്തേക്കുള്ള രണ്ട് ലെവൽസ്, അതായത് ഡൗൺ സൈഡിലേക്ക് ഞാൻ ഈ ഒരു ലെവലിന്റെ താഴെയാണ്, അതായത് 25,600 താഴെയാണ്. 25,600 താഴേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് 25,470 ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ 470 താഴെ, അതായത് 450 താഴെയായിട്ട് ഒരു അനദർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 25,341 ലെവലിലേക്കും, അതുപോലെ തന്നെ അടുത്ത ഒരു ലെവൽ എന്ന് പറയുന്നത് 25,180 ലെവലാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്യൂച്ചറിന്റെ ചാർട്ട് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. കാരണം ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് 25,640 താഴെയായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ ആ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓർഡർ ഫ്ലോ ചാർട്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഇംബാലൻസ് ഉള്ള ഏരിയ ആണ്. കാരണം അവിടെ ബയോഡേഴ്സ് അവിടെ ഉണ്ട്. അപ്പം ബയേഴ്സ് അവിടെ ആ ഒരു ഏരിയയിൽ ആക്റ്റീവ് ആണ്. അപ്പം ഇതിന്റെ താഴെയായിട്ട് മാത്രമേ ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ പറഞ്ഞ ആ ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ലെവൽ, അതായത് 25,640 താഴെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പം ഇന്നത്തെ നമ്മൾ നോക്കി, ഇന്നത്തെ മാർക്കറ്റ് ആ ഒരു കറക്റ്റ് ആ ഒരു ഇംബാലൻസ് ആണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കും. നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ടിൽ ക്ലിയർ ആയിട്ട് അത് കാണാൻ സാധിക്കും. ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു DHL പാറ്റേൺ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് റിവേഴ്സ് ആയി മുകളിലോട്ട് പോയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു ലെവൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. സ്പോട്ട് പ്രൈസിന്റെ ലെവൽ 25,600 ലെവല്, അതുപോലെ തന്നെ ഫ്യൂച്ചറിന്റെ ലെവൽ ആ ഒരു ലെവൽ ക്രോസ് ചെയ്യുന്നുള്ള ഒരു ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ അപ് സൈഡിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 25,930 മുകളിലാണ്. അപ്പം ഈ ഒരു ലെവലിന്റെ മുകളിൽ നോക്കാം. 25,900 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് വെക്കാവുന്നത് 26,070 ലെവലാണ്. അപ്പൊ അതിനിടയിൽ നമുക്ക് 26,000 എന്ന് പറയുന്ന ലെവൽ ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം 930 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 70 പോയിന്റ്, അതായത് ഒരു 26,000 നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത് ബുക്ക് ചെയ്യാം. അപ്പം ആ ഒരു ലെവലിലുള്ള പ്രൈസിന്റെ ആ ഒരു ബിഹേവിയർ നോക്കിയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. ടാർഗറ്റ് നമുക്ക് ഈ പ്രൈസ് ആക്ഷൻ പ്രകാരം നമുക്ക് 26,070 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ആണ്. ഓക്കെ, അപ്പം അപ് സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്തും നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിലെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിന്റെ ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാളത്തേക്ക് ഈ രണ്ട് ലെവലും നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കണം. അത്ര ഇമ്പോർട്ടന്റ് ആണ്.
അതായത് ഇന്ന് നമുക്ക് നോക്കി കാണാൻ സാധിക്കും നിഫ്റ്റി അതായത് 9-1 സിംഗിൾ പ്രിന്റ്, അതായത് സ്മാർട്ട് മണി ഡൗൺ സൈഡിലേക്ക് സെല്ല് ചെയ്ത ഒരു ഏരിയ ആണ്. അപ്പൊ അടുത്ത ദിവസത്തെ പ്രൊഫൈൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് 12-ാം തീയതിയിലെ പ്രൊഫൈൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അഗെയിൻ ഈ ഒരു സിംഗിൾ പ്രിന്റ്, അതായത് 9-1 ഈ പീരീഡില് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തൊരു സിംഗിൾ പ്രിന്റ് ആണ്. അതായത് അവിടെ സ്മാർട്ട് മണിയുടെ ആക്ടിവിറ്റി ആണ്. അപ്പം ആ ഒരു സിംഗിൾ പ്രിന്റിനെയാണ് ഈ ലെവല് ഇവിടെ 12-1 മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഇന്ന് മാർക്കറ്റ് ആ ഒരു ലെവലിൽ നിന്നാണ് പ്രൈസ് എന്ത് ചെയ്തിരിക്കുന്നത്, റിവേഴ്സ് വന്നിരിക്കുന്നത്. അപ്പൊ അപ് സൈഡിലേക്ക് നമ്മൾ ഞാൻ പറഞ്ഞ ആ ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് 940 മുകളിൽ ബ്രേക്ക് ചെയ്യുന്നത് ഉറപ്പുവരുത്തണം. ഓക്കെ, 940, 25,940 നിങ്ങൾ സ്പോട്ട് പ്രൈസും അതുപോലെ തന്നെ ഫ്യൂച്ചറിന്റെ ലെവലും മസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. 25,940 ലെവല് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു അപ്സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഫ്യൂച്ചറിന്റെ ലെവൽ നമ്മൾ നോക്കുമ്പോഴത്തേന് ഈ ഒരു ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് 26,040 എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് എത്താനായിട്ട് ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഏകദേശം ഒരു 95 പോയിന്റ് നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനാണ് സാധിക്കും. അപ്പൊ അതേപോലെ തന്നെ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ ലെവലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് 8-1 മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്ട്സിൽ സ്മാർട്ട് മണി സെല് ചെയ്ത ഒരു ഏരിയ ആണ്. അതായത് ഈ പീരീഡിലും ഡി പീരീഡിലും സിംഗിൾ പ്രിന്റ് വന്ന ഒരു ലെവലാണ്. അതായത് 26,996ഉം അത് 96ഉം അതുപോലെ തന്നെ 26,117. ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സോൺ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതായത് 26,095 മുതൽ 26,118 വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് 2 തവണ ഡി പീരീഡിലും ഈ പീരീഡിലും ക്രിയേറ്റ് ചെയ്ത സിംഗിൾ പ്രിന്റിന്റെ ലെവലാണ്. അപ്പൊ ആ ലെവൽ നമ്മൾ അപ്സൈഡിലേക്ക് ഒരു വ്യൂ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നതാണ് നല്ലത്. കാരണം ഇവിടെ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിലെ നല്ലൊരു വോളിയം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അപ്സൈഡ് നെക്സ്റ്റ് ഒരു എൻട്രി ഞാൻ പേഴ്സണലി പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പം ഈ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ ലെവൽസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നാളത്തേക്കുള്ള ഈ ലെവൽസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്യൂച്ചറിന്റെ ലെവൽസ് നാളത്തേക്കുള്ള ട്രേഡിങ്ങിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ ലെവൽ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം ലൈവ് ട്രേഡിംഗിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈലിനെ ബേസിലുള്ള സ്ട്രാറ്റജീസും കൂടുതൽ ലേണിംഗ് സെഷൻസ് ഒക്കെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.